ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയർ തോരനാണ്. ഈ മുളപ്പിച്ച ചെറുപയർ എന്ന് പറയുമ്പോൾ ഇതിൽ ധാരാളം വിറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ അങ്ങനെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫിറ്റ്നസ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. എല്ലിന് ശക്തി കിട്ടാനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ ഈ മുളപ്പിച്ച പയർ നമ്മളെ കണ്ണിന് കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ്. ഇതിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയ ലേഡീസിന് വളരെ നല്ലതാണ്. അനീമിക് ആയവർക്ക് നല്ലതാണ്. ധാരാളം അയൺ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഏറ്റവും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു തോരനാണ് ഈ മുളപ്പിച്ച പയർ തോരൻ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കേ. മുളപ്പിച്ച തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു വറവാണ് ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പം നമ്മൾ ഉണക്കമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇത് വഴറ്റിയെടുക്കുക. നമ്മൾ ഉള്ളി നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുളപ്പിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ചെറുപയർ ഒരു 80% ഒക്കെ കുക്കായാൽ നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇൻ കേസ് നമ്മളിതൊരു 2 ദിവസത്തേക്കൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ തേങ്ങ ഇടുന്നത് ഒന്ന് ഒഴിവാക്കാം കേട്ടോ. എന്താ വെച്ചാൽ തേങ്ങ ഇട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോവും. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി ഒരു ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താലൊന്നും ആവില്ല കേട്ടോ, കേടാവുമൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്.